ഭാഗം 2. ഗീതാഞ്ജലി. സച്ചി അവൻ്റെ ഇരു കൈകളും നീട്ടേണ്ട താമസം പാറു ഓടി വന്ന് അവൻ്റെ മാറോട് ചേർന്നു. അവൻ അവളെ ഇറുകെ പുണർന്നു. അവൻ അവളുടെ മുഖം അവൻ്റെ 2 കൈകൾക്കുള്ളിലായി എടുത്തു. അവളുടെ ആ കുഞ്ഞു മുഖം അവൻ ചുംബനങ്ങളാൽ മൂടി. ഇത്രയും നാൾ താൻ അനുഭവിച്ച വേദനകൾക്കുള്ള മരുന്നെന്നോണം ആ ചുംബനങ്ങൾ എല്ലാം അവൾ ഏറ്റുവാങ്ങി. പെട്ടെന്നാണ് അവനിൽ പരിസരബോധം ഉടലെടുത്തത്. അവനൊരു ഞെട്ടലോടെ പാറുവിൻ്റെ മുഖത്തു നിന്നും കൈകൾ പിൻവലിച്ചു. പക്ഷെ ആ കൈകളെ തന്നിൽ നിന്നും പിൻവാങ്ങാൻ അനുവദിക്കാതെ പാറു അവ തൻ്റെ നെഞ്ചോരം ചേർത്ത് വെച്ചു. സച്ചിയേട്ടാ, പറ എന്നോട്, എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന്, എന്നെ ഇഷ്ടമാണെന്ന്. ഇനിയും അത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഹൃദയം പൊട്ടി മരിച്ചു പോകും. ഇഷ്ടമാണടി എനിക്ക് നിന്നെ. നീ എൻ്റെ ജീവന. ഈ മുഖം ഒരു ദിവസം കണ്ടില്ലെങ്കിൽ എനിക്ക് ശ്വാസം കിട്ടാത്തതുപോലെയാണ്. നിന്റെ ഇഷ്ടം കണ്ടില്ലെന്ന് നടിച്ചപ്പോഴും നിന്നെ ഓരോ കുത്തുവാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചപ്പോഴും എൻ്റെ ഉള്ളം പിടയുകയായിരുന്നു പെണ്ണെ, നിന്നെ ഒന്ന് വാരിപ്പുണർന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി. നിന്നെ ആലോചിച്ച് ഞാൻ കരയാത്ത രാത്രികളില്ല. എന്തിനാ പാറു നീ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? എൻ്റെ ഇഷ്ടം എനിക്ക് നിന്നോട് തുറന്നു പറയാൻ പേടിയായിരുന്നടി. നമ്മുടെ ഈ ഇഷ്ടം പുറത്തറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുക്കളെ കുറിച്ച് ആലോചിച്ച് ഞാൻ എൻ്റെ ഹൃദയത്തെ കല്ലാക്കി മാറ്റി. എൻ്റെ പെണ്ണിനെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു. നീ എനിക്ക് മാപ്പ് തരണം. സച്ചി കരഞ്ഞുകൊണ്ട് അവളുടെ കാലിൽ വീണ് മുഖം പൊത്തി കരഞ്ഞു. സച്ചിയേട്ടാ, എന്താ ഈ കാണിക്കുന്നത്? എഴുന്നേക്ക്. അവൾ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അപ്പോഴേക്കും സച്ചിയുടെ ചവിട്ടേറ്റ് നിലത്തു വീണ രവി എഴുന്നേറ്റ് വന്നു. പരസ്പരം കെട്ടിപ്പിടിച്ച് കരയുന്ന അവരെ കണ്ട് അവൻ ഉറക്കെ കൈയടിച്ചു. സച്ചിക്കും പാറുവിനും ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഹോ എൻ്റെ ദൈവമേ, ഇനി നീ എന്നെ അങ്ങോട്ട് എടുത്തോ. ഈ ജന്മത്തിൽ ഇങ്ങനെ ഒരു സീൻ കാണാൻ കഴിയുമെന്ന് വിചാരിച്ചതല്ല. ഒരുപാട് നന്ദിയുണ്ട് ദൈവമേ എനിക്ക് അങ്ങയോട്. രവി കൈകൾ രണ്ടും മേലോട്ടുയർത്തി ദൈവത്തോടായി പറഞ്ഞു. എന്നിട്ടവൻ പാറുവിൻ്റെയും സച്ചിയുടെയും അടുത്തേക്കായി വന്നുകൊണ്ട് പറഞ്ഞു, എടാ സച്ചി, നിന്നെക്കൊണ്ട് പാറുവിനെ ഇഷ്ടമാണെന്ന് പറയിപ്പിക്കാൻ ഇതല്ലാതെ വേറൊരു വഴിയും ഞാൻ കണ്ടില്ല. എന്നെപ്പോലെ അല്പസ്വല്പം കുരുത്തക്കേടുള്ള ഒരാൾക്ക് പാറുവിൽ ഒരു നോട്ടമുണ്ടെന്നറിഞ്ഞാൽ നീ ഇതുപോലെ പ്രതികരിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അല്ലാതെ നീ കരുതുന്ന പോലെയൊന്നും എൻ്റെ മനസ്സിലില്ല. ഞങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ പാറു നിന്നെ എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന്. അവളുടെ എല്ലാ പ്രാർത്ഥനയും നിനക്ക് വേണ്ടിയാണെന്ന്. രവി അത്രയും പറഞ്ഞപ്പോഴേക്കും സച്ചി അവൻ്റെ അടുത്ത് വന്ന് അവനെ കെട്ടിപ്പിടിച്ചു. ഐ ആം സോറി അളിയ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? സച്ചി അവനോട് ചോദിച്ചു. പിന്നില്ല, എൻ്റെ നെഞ്ചിൻ കൂട് തകർന്നു മോനെ. പിന്നെ നല്ലൊരു കാര്യത്തിനായതുകൊണ്ട് തൽക്കാലം നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. പക്ഷേ റൂട്ട് ക്ലിയറായ സ്ഥിതിക്ക് നീ കാര്യമായിട്ട് എന്തെങ്കിലും ചെലവ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാ പാറു തമ്പുരാട്ടി, ഹാപ്പിയല്ലേ? പാറുവിൻ്റെ മുഖത്ത് തട്ടിക്കൊണ്ട് രവി ചോദിച്ചു. അതിനു മറുപടിയായി പാറു മനോഹരമായ ഒരു ചിരിയാണ് നൽകിയത്. ഹോ, ഈ ചിരിയുണ്ടല്ലോ, ഇത് ഒരിക്കലും ഈ മുഖത്ത് നിന്ന് മായാതെ നോക്കണേ സച്ചി. നീ ചിരിയെല്ലാം മായാൻ പോവുകയാണ് മോനെ. പാർവതിയുടെ വല്യേട്ടൻ്റെ ബുള്ളറ്റാണ് ആ വരുന്നത്, സച്ചിയുടെ കൂട്ടുകാരിൽ ഒരുത്തൻ പറഞ്ഞു. അപ്പോഴാണ് പാർവതിയുടെ മൂത്ത ജ്യേഷ്ഠൻ പ്രഭാകരമേനോൻ അതുവഴി വന്നത്. അയാളെ കണ്ടതും എല്ലാവരും നാലുപാടും ഓടി. പാറു, പിന്നെ കാണാം, എനിക്ക് നിന്നോട് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയും അവർക്ക് പിന്നാലെ ഓടി. അവരുടെ ആ ഓട്ടപ്പാച്ചിൽ കണ്ട് പാറുവിനും ശിവയ്ക്കും ചിരി അടക്കാനായില്ല. വലിയൊരു മഴ പെയ്തു തോർന്ന ആശ്വാസമായിരുന്നു പാറുവിൽ അപ്പോൾ. ലോകത്തുള്ള എല്ലാ സന്തോഷവും അവളെ വന്ന് പൊതിയുന്നത് പോലെ അവൾക്ക് തോന്നി. സച്ചിനും കൂട്ടുകാരും സ്ഥിരമായി ഒത്തുകൂടാറുള്ള വായനശാലയുടെ മൂലയ്ക്കായിരുന്നു ഈ സംഭവ വികാസങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ ഇതൊന്നും ആരുടെയും ശ്രദ്ധയിൽ പെട്ടിട്ടുമില്ല. ആരും കാണുന്നില്ലെന്നുറപ്പുവരുത്തി പാർവതിയും ശിവയും റോഡിലേക്കിറങ്ങി. അപ്പോഴേക്കും പ്രഭാകരൻ്റെ ബുള്ളറ്റ് അവരുടെ അടുത്തെത്തിയിരുന്നു. അവരെ കണ്ടതും അയാൾ വണ്ടി അവിടെ ഒതുക്കി. നിങ്ങളെങ്ങോട്ടാ? അമ്പലത്തിലേക്കാണോ? അയാൾ ഗൗരവത്തിൽ ചോദിച്ചു. അതെ ചേട്ടാ, ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരാട്ടോ. അതും പറഞ്ഞുകൊണ്ട് അവൾ ശിവയുടെ കൈയും പിടിച്ച് അമ്പലത്തിലേക്ക് ഓടി. നിറ കണ്ണുകളോടെ ദേവിയുടെ മുൻപിൽ പാറു കൈകൂപ്പി നിന്നു. തൻ്റെ പ്രാർത്ഥന കേട്ടതിന്, തൻ്റെ പ്രണയം തിരിച്ചു തന്നതിന് എല്ലാത്തിനും അവൾക്ക് ദേവിയോട് ഒരുപാട് നന്ദി പറയാനുണ്ടായിരുന്നു. ചേച്ചിയുടെ പ്രാർത്ഥന ഇപ്പോഴൊന്നും തീരില്ലെന്ന് മനസ്സിലാക്കിയ ശിവ തനിയെ പ്രദക്ഷിണം ചെയ്യാൻ തുടങ്ങി. കണ്ണടച്ച് കൈകൂപ്പി നിൽക്കുകയായിരുന്നു പാറു. സച്ചി അവൾ അറിയാതെ അവളുടെ തൊട്ടടുത്തായി വന്നു നിന്നു. സച്ചി കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി നിന്നു. പനിനീർ പൂവിൻ്റെ നിറമാണ് അവൾക്ക്. ചുവന്നു തൊടുത്ത കവിളുകൾ കണ്ണീരിൽ കുതിർന്നിട്ടുണ്ട്. മൂക്കിൻ തുമ്പിൽ നിന്നും ചോരത്തുള്ളികൾ ഇപ്പോൾ ഇറ്റുവീഴും എന്ന നിലയിലാണ്. കുഞ്ഞിച്ചുണ്ടുകളാകട്ടെ എന്തൊക്കെയോ വിതുമ്പുന്നുണ്ട്. മുട്ടറ്റ നീളമുള്ള മുടി കാറ്റിൽ അലക്ഷ്യമായി പാറുന്നു. അവളെ നോക്കി സച്ചി മനസ്സിൽ പറഞ്ഞു, എൻ്റെ ദേവി, എൻ്റെ മാത്രം ദേവി.
അവൻ അവളുടെ കാതോരം ചെന്ന് പതിയെ ഒരു ദീർഘശ്വാസം എടുത്തുവിട്ടു. അത് അവളുടെ കവിളിലും ചെവിയിലും പതിച്ചു. പാറു നോക്കിയതും അവളുടെ തൊട്ടരികിൽ സച്ചി. അവൾ ഒന്നു ഞെട്ടി. അതെ മാഡം, നന്ദി പറച്ചിലൊക്കെ കഴിഞ്ഞെങ്കിൽ ഒന്ന് ആ കുളത്തിനടുത്ത് വരെ വരാമോ? എനിക്കും കുറച്ച് പറയാനുണ്ടോ? സച്ചി അവളുടെ കാതിലായി പതിയെ പറഞ്ഞു. സച്ചിയേട്ടാ, ഇതെപ്പോൾ വന്നു? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. വന്നിട്ട് കുറച്ചു നേരമായി. പാറുവിൻ്റെ പ്രാർത്ഥന കഴിയട്ടെ എന്ന് കരുതിയിരിക്കുകയായിരുന്നു. സച്ചി അവളുടെ മൂക്കിൻ തുമ്പിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. വാ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഒട്ടും തമാശ കലരാതെ ഗൗരവത്തിൽ സച്ചി അവളോട് പറഞ്ഞു. ഞാനൊന്ന് വലം വെച്ചിട്ട് ശിവയോടും കൂടെ പറഞ്ഞിട്ട് വരാം. സച്ചിക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാനുള്ള ആകാംക്ഷയിൽ പാറു വേഗം കുളക്കടവിലേക്ക് നടന്നു. പാറു അവിടെ ചെന്നപ്പോൾ കുളപ്പടവിലിരുന്ന് വെള്ളത്തിലേക്ക് നോക്കിയിരിക്കുന്ന സച്ചിയെ ആണ് കണ്ടത്. അവൾ പതിയെ പടവുകളിറങ്ങി സച്ചിയുടെ പിന്നിൽ ചെന്ന് നിന്നു. അവളുടെ പ്രതിബിംബം വെള്ളത്തിൽ കണ്ട സച്ചി പതിയെ പിന്നിലേക്ക് തിരിഞ്ഞ് അവളോട് തൻ്റെ അടുത്തായി വന്നിരിക്കാൻ ആവശ്യപ്പെട്ടു. പാറു അവൻ്റെ അടുത്തായി ചെന്നിരുന്നു. കുറച്ചു നേരം അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. അവളും അവന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാനുള്ള ആകാംക്ഷയിൽ അവനെ തന്നെ നോക്കി നിന്നു. കുറച്ചു നേരം കഴിഞ്ഞിട്ടും അവൻ ഒന്നും മിണ്ടാത്തതുകൊണ്ട് പാറു പറഞ്ഞു തുടങ്ങി. സച്ചിയേട്ടൻ ഇത് വേണ്ടാന്ന് വെക്കാൻ പോവുകയാണ് അല്ലേ? ഇതൊന്നും നടക്കാൻ പോണില്ല എന്നല്ലേ എന്നോട് പറയാൻ വന്നത്? എനിക്കറിയാം, അല്ലെങ്കിലും ചേട്ടനെ സ്നേഹിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ലല്ലോ. അത്രയും നേരം പിടിച്ചു വെച്ച ഗൗരവം വിട്ടിട്ട് സച്ചി പറയാൻ തുടങ്ങി. കഴിഞ്ഞോ നിനക്ക് പറയാനുള്ളത്? ഇനി ഞാനൊന്ന് പറഞ്ഞോട്ടെ? പാറു മൂളി. ഇത്രയും നാൾ എന്തിൻ്റെയോ പേരിൽ എന്തിനോ വേണ്ടി നിന്നെ ഞാൻ അകറ്റി നിർത്തി. ഇനി ഒരു കാരണത്തിൻ്റെ പേരിലും ഒരു നിമിഷം പോലും നിന്നെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ഇനി ഉണ്ടാവാൻ പോകുന്നത് എന്ത് തന്നെയാണെങ്കിലും എനിക്കതൊരു വിഷയമല്ല. അടുത്ത ഭാഗമായിട്ട് പെട്ടെന്ന് തന്നെ വരാം. അപ്പോൾ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.